വ്യായാമവും ആരോഗ്യവും. വ്യായാമം കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ഭക്ഷണത്തെയും മരുന്നുകളെയും പോലെ പ്രധാനമാണ് ശരിയായ വ്യായാമം. ഇത് ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും ഒരു പരിധിവരെ സ്വാധീനിക്കും. വ്യായാമത്തിൽ ശരീരവും മനസ്സും ഒരുപോലെ വ്യാപൃതമാവണം. അത്തരത്തിലുള്ള വ്യായാമം മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. ആരോഗ്യമായ ശരീരത്തിനും മനസ്സിനും ചിട്ടയായ ഭക്ഷണവും ഉറക്കവും പോലെ തന്നെ വ്യായാമവും ആവശ്യമാണ്. വൈകിട്ടും കാലത്തുമുള്ള നടത്തമാണ് ഏറ്റവും മികച്ച വ്യായാമമായി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. നടത്തം കൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചലിക്കുന്നു. ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വ്യായാമത്തിലൂടെ ആരോഗ്യം നേടാം. ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനും തുടർന്ന് നിലനിർത്തിക്കൊണ്ടുപോകാനും വ്യായാമം കൊണ്ട് സാധിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഒട്ടും വ്യായാമം ചെയ്യുന്നില്ല എന്നത് ഒരു മോശപ്പെട്ട വാർത്തയാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ വ്യായാമം കുറഞ്ഞുവരുന്നു. ജീവിത സൗകര്യം വർദ്ധിക്കുന്നതും അധ്വാനം കുറയുന്നതും കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വ്യായാമമില്ലായ്മ കൊണ്ടുള്ള ദോഷങ്ങൾ. പേശിക്ക് ബലക്കുറവ്, ഉറക്കക്കുറവ്, പൊണ്ണത്തടി, ജോലി ചെയ്യാനുള്ള കാര്യക്ഷമതയില്ലായ്മ, തുടർച്ചയായി ജോലി ചെയ്യാനുള്ള ശേഷിയില്ലായ്മ, ക്ഷീണം, അലസത, ഹൃദയസംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളുണ്ടാവാനുള്ള സാധ്യത, എല്ലിന്റെ ദൃഢത കുറയുന്നു, മാനസിക പ്രശ്നങ്ങൾ, ഉദാഹരണം ഡിപ്രഷൻ, മറവിരോഗം, മസിലിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉദാഹരണം മസിലിന് ശോഷണം സംഭവിക്കുന്നു, മസിലിന്റെ ശക്തി കുറയുന്നു, മസിലിന്റെ പ്രവർത്തനം കുറയുന്നു, ഇയർ ബാലൻസിംഗ് പ്രശ്നം. വ്യായാമം കൊണ്ടുള്ള ഗുണങ്ങൾ. വയർ സംബന്ധമായ അസുഖങ്ങൾ കുറയുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ടാവുന്നു. ഹൃദയമിടിപ്പ് ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തുന്നു. രക്തസമ്മർദ്ദം കുറയുന്നു. ഹൃദയസംബന്ധമായ രോഗങ്ങൾ കുറയുന്നു. എല്ലിന്റെ ശോഷീകരണം അല്ലെങ്കിൽ ബലക്ഷയം തടയുന്നു. വളർച്ച കൂടുന്നു. പ്രമേഹം, പൊണ്ണത്തടി എന്നിവ നിയന്ത്രണ വിധേയമാകുന്നു. കൊളസ്ട്രോൾ കുറയുന്നു. ഹാർട്ട് അറ്റാക്ക് തടയുന്നു. കുടലിലെ ക്യാൻസർ സാധ്യത ഇല്ലാതാക്കുന്നു. ടെൻഷനും ഭയപ്പാടും ഇല്ലാതാക്കുന്നു. ശക്തിയും ഊർജ്ജസ്വലതയും കൂടുന്നു. ശരീരത്തിന്റെ ബലം സന്തുലിതമാകുന്നു. സുഖമായ ഉറക്കം ലഭിക്കുന്നു. ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടുന്നു. മറവി രോഗം കുറയ്ക്കുന്നു. നിത്യജീവിതത്തിൽ പ്രസരിപ്പും പ്രസന്നതയും കൂടുന്നു. പ്രായം ചെന്നവർക്ക് ക്ഷീണവും തളർച്ചയും കുറയുകയും ശരീരത്തിന് ശക്തി കൂടുകയും ചെയ്യുന്നു. ശരീരസന്ധികൾക്കും കശേരുക്കൾക്കും പേശീനാഡികൾക്കും കൂടുതൽ ആയാസവും ബലവും സുഖവും കിട്ടുന്നു. വ്യായാമം കൊണ്ടുള്ള ആന്തരിക ഗുണങ്ങൾ. ഹൃദയത്തിലെ അറകൾ വികസിക്കും. ഹാർട്ടിലെ മസിലിന് ശക്തി കൂടും. ഹാർട്ട് ബീറ്റ് ശക്തിയാകും. രക്തചംക്രമണം നന്നായി നടക്കും. ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കും. വ്യായാമം ചെയ്യുന്നവർക്ക് ചെയ്യാത്തവരേക്കാൾ 2 മടങ്ങ് കൂടുതലായിരിക്കും രക്തചംക്രമണം. രക്തക്കുഴലുകൾക്ക് ഇലാസ്തികത കൂടും. രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കുറയും. ഹൈപ്പർ ടെൻഷൻ കുറയും. ശരീരത്തിലെ കൊഴുപ്പ് കുറയുകയും നല്ല കൊളസ്ട്രോൾ ഉണ്ടാവുകയും ചെയ്യും. ശ്വാസകോശത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ. ശ്വാസകോശത്തിന്റെ പ്രവർത്തനശേഷി കൂട്ടുന്നു. ഓക്സിജൻ വിതരണം കൂടും. കൂടുതൽ അധ്വാനിക്കാൻ സാധിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്ന് ഒഴിവാകും. മസിലുകൾക്കും എല്ലുകൾക്കും ലഭിക്കുന്ന ഗുണങ്ങൾ. എല്ലിന് നല്ല ശക്തിയും ഉറപ്പുമുണ്ടാകുന്നു. വഴക്കവും ഇലാസ്തികതയും കിട്ടുന്നു. മസിലിന് വലിപ്പം കൂടും. മസിലിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകും. മസിലിന് കഴിവും ശേഷിയും കൂടും. ലിഗമെന്റിന് ശക്തി കിട്ടും. ദഹനപ്രക്രിയ. ഭക്ഷണത്തോടുള്ള അമിത ആസക്തി കുറയുന്നു. പോഷണം ലഭിക്കുന്നു. ശരീരത്തിന്റെ തൂക്കം കുറയുന്നു. ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്ന പ്രവണത കുറയുന്നു. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം കൂടിയാൽ കൂടുതൽ വ്യായാമം ആവശ്യമാണ്. കൗമാരക്കാർക്ക് പേശീപുഷ്ടിയും ദൃഢതയും ഉണ്ടാകുന്നു. ശരീരത്തിൽ അടിയുന്ന കൊഴുപ്പ് കുറയ്ക്കുന്നു. എല്ലിന് ബലം കൂടുന്നതുകൊണ്ട് പിന്നീടുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടുന്നു. രക്തസമ്മർദ്ദത്തിലുള്ള ക്രമീകരണം. രോഗികൾക്ക്. വാതരോഗികൾക്കും വികലാംഗർക്കും ഗുണം ചെയ്യും. പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുകയും ശരീരത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിതമാവുകയും ചെയ്യുന്നു.
കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.